മാർക്കറ്റിങ്ങിലൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചത്. കാരണം നമ്മളൊരു സ്റ്റാർട്ടിങ് ആണല്ലോ, അതിൻ്റെ ഒരുപാട് സ്ട്രഗിൾസ് ആ സമയത്ത് നമ്മൾ അനുഭവിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഡ്രോയിങ്സ് ക്ലയൻസിന് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ സൈറ്റ് മെഷർമെൻറ്റ്സ് ഉണ്ടാവും, എല്ലാം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. ഒക്കെ നമ്മൾ തനിയെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ വീണ്ടും ഒരു സ്റ്റാഫിനെ വെക്കുന്നതും കമ്പനി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ആദ്യം ഒരു സിംഗിൾ റൂം എടുത്തിട്ട് അതിൽ നമുക്കൊരു ഡ്രോയിങ്ങിലേക്ക് ഒരു സ്റ്റാഫിനെ വെക്കുന്നു. അങ്ങനെ പിന്നെ ഡ്രോയിങ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ഏരിയ ഒന്നും കൂടെ വിപുലമാക്കി വേറൊരു സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 2019 കൊറോണ ടൈമിലാണ് നമ്മൾ കമ്പനിയുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. നല്ല ഒരു സ്ട്രഗ്ലിങ് പീരിയഡ് ആയിരുന്നു ബിസിനസ് മേഖലയിലൊക്കെ. ആ സമയത്ത് നമ്മൾ കമ്പനി ഒരു നല്ല ഗ്രോത്ത് സമയമായിപ്പോയി. അത് നമ്മളവിടെ നിന്നൊരു കമ്പനിയുടെ എക്സ്പാൻഷൻ നടന്ന സമയം ഒരു 5-6 റൂമുള്ള ഏരിയയിലേക്ക് കമ്പനി എക്സ്പാൻഷൻ ചെയ്യുകയും ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലെ കമ്പനി ഒരു സ്ട്രക്ചറൈസ് ചെയ്തു. ഡിസൈനിങ് ഏരിയ, മാർക്കറ്റിംഗ് ഏരിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയ, അക്കൗണ്ട്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്ന് കമ്പനിയെ ഒരു പ്രൊഫഷണൽ രൂപത്തിലേക്ക് മാറ്റി.